ശബരിമല സ്വർണ്ണക്കൊള്ള കേസ് അന്വേഷിക്കുന്ന 5-അംഗ SIT സംഘം കർണാടകയിലെ ബെല്ലാരിയിൽ എത്തിയിരിക്കുന്നു. ഗോവർദ്ധന്റെ വീടും ജ്വല്ലറിയും കേന്ദ്രീകരിച്ച് വീണ്ടും അന്വേഷണം നടത്തുകയാണ്. സാമ്പത്തിക ഇടപാടുകളാണ് പരിശോധിക്കുന്നത്. പോറ്റിക്ക് 1.5 കോടി കൈമാറിയ രേഖകൾ കണ്ടെത്താനാണ് ശ്രമം. ഹരിമോഹൻ വിവരങ്ങളുമായി ചേരുകയാണ്. ഹരി, ഈ ദൗത്യത്തിന്റെ പിന്നിൽ എന്താണ്? ഈ പറയുന്ന രേഖകളുണ്ടെങ്കിലും നമുക്കറിയാവുന്നതാണ് ഉണ്ണികൃഷ്ണൻ പോറ്റിയും ഈ ഗോവർദ്ധനുമൊക്കെ മാസങ്ങൾ പുറത്തുനിന്നതാണ് ഈ വാർത്തകൾ വന്നതിന് ശേഷവും. അതൊക്കെ ഇപ്പോഴും അവിടെ നിന്ന് കണ്ടെത്താൻ കഴിയുമെന്ന് SIT വിചാരിക്കുന്നുവോ? അത് ഈ പരിശോധനയുടെ ഒരു പ്രധാനപ്പെട്ട കാരണമെന്ന് പറയുന്നത് ഈ ഗോവർദ്ധൻ തന്നെ SITക്ക് നൽകിയിട്ടുള്ള ചില വിവരങ്ങളുണ്ട്. ആ വിവരങ്ങളുടെ അടിസ്ഥാനത്തിൽ നടത്തുന്ന ഒരു പരിശോധനയാണ്. അതായത് ഉണ്ണികൃഷ്ണൻ പോറ്റിക്ക് പല ഘട്ടങ്ങളിലായി സ്പോൺസർഷിപ്പിന് വേണ്ടി 1.5 കോടി രൂപ താൻ കൈമാറിയിട്ടുണ്ട്. ഇതിന് ബാങ്ക് ഇടപാടുകളുടെ രേഖകൾ അടക്കമുണ്ട് എന്നുള്ളതാണ് ഗോവർദ്ധൻ SITയോട് പറഞ്ഞത്. ആ ബാങ്ക് ഇടപാടുകളുടെ രേഖകൾ ഒപ്പം തന്നെ മറ്റു ചില രേഖകൾ കൂടി പരിശോധിക്കുന്നുണ്ട്. അതായത് ഈ ജ്വല്ലറി കേന്ദ്രീകരിച്ചും വീട് കേന്ദ്രീകരിച്ചും നടത്തുന്ന പരിശോധനയിൽ ചില രേഖകൾ ഗോവർദ്ധൻ പറഞ്ഞത് പ്രകാരം, അതായത് ദേവസ്വം ബോർഡിന് ഈ പണം നൽകിയതുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള ചില രേഖകളാണ്. ആ രേഖകളൊക്കെ തന്നെ ശേഖരിക്കാൻ കഴിയുമെന്നുള്ളതാണ് SIT പ്രതീക്ഷിക്കുന്നത്. പക്ഷേ ഇതിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട ലക്ഷ്യം എന്ന് പറയുന്നത് ഗോവർദ്ധൻ ഇപ്പോൾ അന്വേഷണത്തോട് പൂർണ്ണമായിട്ടും സഹകരിക്കുന്നുണ്ട്. ഗോവർദ്ധൻ പറഞ്ഞിട്ടുള്ള രേഖകൾ അന്വേഷണത്തിന് വലിയ രീതിയിൽ സഹായകരമായിരിക്കും എന്നുള്ളതാണ് SIT പറയുന്നത്. അതായത് സാമ്പത്തിക ലാഭമോ അല്ലെങ്കിൽ മറ്റെന്തെങ്കിലും തരത്തിലുള്ള സാമ്പത്തിക ഇടപാടോ ഈ സ്വർണ്ണക്കൊള്ളയുമായി ബന്ധപ്പെട്ടുകൊണ്ട് നടന്നിട്ടുണ്ടെങ്കിൽ അതിന്റെ തെളിവാണ് ഈ ഗോവർദ്ധൻ പറഞ്ഞിട്ടുള്ള രേഖകൾ. ആ രേഖകൾ ശേഖരിക്കുക എന്നുള്ളതാണ് SIT ലക്ഷ്യമെടുത്തത്. അങ്ങനെ ഗോവർദ്ധൻ പറഞ്ഞത് ശരിയാണ്, ആ രേഖകൾ അന്വേഷണത്തിന് സഹായകരമാകുമെന്നുണ്ടെങ്കിൽ ഗോവർദ്ധനെ ഏതെങ്കിലും നിലയിൽ സാക്ഷിയാക്കാൻ കഴിയുമോ എന്നുള്ളത് കൂടി SIT ഈ ഘട്ടത്തിൽ പരിശോധിക്കുന്നുണ്ട്. അതിന്റെ ഭാഗം കൂടിയായിട്ടാണ് 5-അംഗ SIT സംഘം ഒരു DYSPയുടെ നേതൃത്വത്തിൽ ഇന്ന് പുലർച്ചെ ബെല്ലാരിയിൽ എത്തിയത്. ബെല്ലാരിയിൽ നിന്ന് ഈ സംഘം നേരെ ഇന്ന് തന്നെ ബംഗളൂരുവിൽ എത്തിച്ചേരും. അവിടെയും ചില സാമ്പത്തിക ഇടപാടുകളുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള കാര്യങ്ങൾ പരിശോധിക്കുന്നുണ്ട് എന്നുള്ളതാണ് അറിയുന്നത്. നിലവിൽ ഇതിനോടകം തന്നെ ഗോവർദ്ധന്റെ പാസ്ബുക്ക് അടക്കമുള്ള രേഖകളൊക്കെ തന്നെ SIT പിടിച്ചെടുത്തിട്ടുണ്ട്. ഇനിയിപ്പോൾ തിരിച്ചു കൊണ്ടുവന്ന് ഇവിടെ വെച്ചായിരിക്കും തിരുവനന്തപുരത്തെ ഓഫീസിൽ എത്തിച്ച ശേഷമായിരിക്കും ഇതുമായി ബന്ധപ്പെട്ടുള്ള കൂടുതൽ പരിശോധനകൾ നടക്കുക. നിലവിൽ ഗോവർദ്ധൻ പറഞ്ഞത് പ്രകാരമുള്ള ചില സ്ഥലങ്ങളിൽ എത്തിക്കൊണ്ട് അവിടെ നിന്നുള്ള രേഖകളാണ് ഇപ്പോൾ കണ്ടെടുത്തിട്ടുള്ളത്. ഒപ്പം തന്നെ ബാങ്ക് കേന്ദ്രീകരിച്ചും ഗോവർദ്ധൻ പണമിടപാട് നടത്തിയിട്ടുള്ള ബെല്ലാരിയിലെ ഒരു ബാങ്ക് കേന്ദ്രീകരിച്ച് കൂടി ഈ അന്വേഷണം നടക്കുന്നുണ്ട് എന്നുള്ളതാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. ഈ ഉണ്ണികൃഷ്ണൻ പോറ്റിക്ക് സ്പോൺസർഷിപ്പിന് കൈമാറിയ 1.5 കോടി രൂപ മാത്രമല്ല, ഈ സ്വർണം തൊണ്ടി മുതലായിട്ടുള്ള സ്വർണം അത് വാങ്ങുന്ന സമയത്ത് അല്ലെങ്കിൽ കൊള്ളയടിക്കപ്പെട്ട സ്വർണം വാങ്ങുന്ന സമയത്ത് ഇത് പിന്നീട് ഗോവർദ്ധൻ പണമായി മടക്കി നൽകി എന്നുള്ളതാണ് പറയുന്നത്. അതായത് 10 ലക്ഷം രൂപ ദേവസ്വം ബോർഡിന് പല ഘട്ടങ്ങളിലായി DD ആയി നൽകിയിട്ടുണ്ട്. ഇതുകൂടാതെ ഒരു 2.5 ലക്ഷം രൂപയോളം ഈ മാളികപ്പുറത്തമ്മയ്ക്ക് സ്വർണ്ണഹാരം വാങ്ങാനായി കൊടുത്തിട്ടുമുണ്ട്. അപ്പോൾ ഇതിന്റെ എല്ലാം രേഖകൾ പല ഘട്ടങ്ങളിലായി ഗോവർദ്ധൻ ഹാജരാക്കിയിട്ടുണ്ട്. പക്ഷെ ഹാജരാക്കാത്ത രേഖകളാണ് ഇപ്പോൾ SITയോട് പറഞ്ഞത് ഗോവർദ്ധൻ. ഈ ബെല്ലാരിയിൽ ചില ആളുകളുടെ അടുത്തുണ്ട്, ചില സ്ഥലങ്ങളിലുണ്ട്. അപ്പോൾ ഇതുമായി ബന്ധപ്പെട്ടുള്ള അന്വേഷണത്തിനാണ് ഇപ്പോൾ ബെല്ലാരിയിൽ ഈ സംഘം എത്തിയിരിക്കുന്നത് എന്നുള്ളതാണ് നമുക്ക് മനസ്സിലാക്കുന്നത്. ഇതിന്റെ അന്വേഷണവുമായി ബന്ധപ്പെട്ടുകൊണ്ട് ശാസ്ത്രീയ പരിശോധന ഒരു വശത്ത് നടക്കുന്നുണ്ട്. പക്ഷേ ഇതല്ലാതെ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം കുറ്റപത്രത്തിൽ രേഖപ്പെടുത്തേണ്ടത് പണമിടപാടുകൾ സംബന്ധിച്ചാണ്. അതായത് ഈ സ്വർണ്ണക്കൊള്ളയുമായി ബന്ധപ്പെട്ടുകൊണ്ട് ആർക്കെങ്കിലും ഒക്കെ സാമ്പത്തിക ലാഭമോ നേട്ടമോ ഒക്കെ ഉണ്ടായിട്ടുണ്ടോ എന്ന് കണ്ടെത്തേണ്ടത് വളരെ അനിവാര്യമാണ്. അതിന്റെ ഒരു ഘട്ടം മാത്രമേ പിന്നിട്ടിട്ടുള്ളൂ. അത് എല്ലാ പ്രതികളുമായി ബന്ധപ്പെട്ടുള്ള സാമ്പത്തിക ഇടപാടുകളും SITക്ക് ഇതുവരെ കണ്ടെത്താൻ കഴിഞ്ഞിട്ടില്ല. അപ്പോൾ ഈ സാമ്പത്തിക ഇടപാടുകളുമായി ബന്ധപ്പെട്ട രേഖകൾ കണ്ടെത്താൻ കഴിഞ്ഞാൽ അന്വേഷണത്തിന് വലിയ രീതിയിൽ സഹായകരമാവുകയും കുറ്റപത്രത്തിന് ഒരു ബലം നൽകുകയും ചെയ്യും എന്നുള്ളതാണ്. ഈ കഴിഞ്ഞ ദിവസങ്ങളിൽ ഗോവർദ്ധനെ വീണ്ടും ഒരു തവണ കസ്റ്റഡിയിൽ വാങ്ങി ചോദ്യം ചെയ്യുന്ന ഘട്ടത്തിലാണ് ഇത്തരത്തിൽ ചില കാര്യങ്ങൾ കൂടി ഉണ്ട് എന്ന് ഗോവർദ്ധൻ അന്വേഷണ സംഘത്തോട് പറയുകയും രേഖകൾ കണ്ടെത്താൻ കഴിയുമോ എന്ന് അന്വേഷിച്ചുകൊണ്ടാണ് ഇപ്പോൾ SITയുടെ 5-അംഗ സംഘം ബെല്ലാരിയിലേക്ക് എത്തിയിരിക്കുന്നത്. പോറ്റിക്ക് 1.5 കോടി രൂപ കൈമാറിയതുമായി ബന്ധപ്പെട്ടുള്ള രേഖകൾ കൂടി കിട്ടുമോ, ലഭിക്കുമോ എന്നുള്ളത് കൂടിയാണ് ഈ യാത്രയുടെ ലക്ഷ്യം.